വീട്ടാർക്കോ വേണ്ട എൻ്റെ പൊന്നുമോനെ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ പോലും ചോദിച്ചു വന്നു ജന്നാ നന്നാവാ നന്നാവാ ജന്നാ നന്നാവാ. നമ്മൾ തളർന്നു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു അലോപേഷ്യ ഏരിയാട്ടാന്ന് പറഞ്ഞാൽ മുടി പൊഴിയണ ഒരു ആക്ച്വലി ഇപ്പൊ പുരികം എനിക്കില്ല, പകുതിയില്ല. അതിനൊരു ഒരു ഇന്ദ്രലുപ്ത ലേപം എന്നൊരു ആയുർവേദ അതിന്റെ കറുത്ത കളറാണ്. അപ്പൊ അത് തേച്ച് വെച്ചിരിക്കുകയാണ് ആക്ച്വലി ഇപ്പൊ. തുടക്കത്തിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രോബ്ലം, വിഷമമുണ്ടായിരുന്നു. ഇത് കാരണം നമ്മൾ എഫക്റ്റഡ് അല്ല. ഇതുകൊണ്ട് വേറെ ഹെൽത്ത് പ്രോബ്ലമോ അങ്ങനെയൊന്നുമില്ല. ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ്. മാക്സിമം പോയാൽ എന്താ കംപ്ലീറ്റ് പോയാൽ എല്ലാം മുട്ടയാവും, അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്ന പല കാര്യങ്ങളും പുള്ളിയോട് സംസാരിക്കുമ്പോൾ എനിക്കത് ഉണ്ടായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ആളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. സോ ഞാൻ ആക്ച്വലി ഭയങ്കര ലക്കിയാണ് അങ്ങനെ ഒരു ആളെ ഞാൻ കിട്ടിയതിൽ. നിശ്ചയം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അറേഞ്ച് മാരേജ് എന്നുള്ളത് എനിക്കൊരു ഞാൻ ഇങ്ങനെ ഒരാളെ മനസ്സിലാക്കുക, ഒരു ദിവസം വന്ന് കണ്ടിട്ട് ഞാൻ എന്തോ ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നമ്മളൊന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാനങ്ങനെ ഇമ്പ്രസ് ചെയ്യാനായിട്ടൊന്നും ശ്രമിച്ചു, വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ കല്യാണം കഴിഞ്ഞാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ രണ്ട് വ്യക്തികളാണ്. അതെ, രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടുപേരും അത് അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടമുണ്ട്. രണ്ടുപേർക്കും അത് മനസ്സിലാക്കാനും. ഇപ്പൊ ചിലപ്പോൾ സിദ്ധാർത്ഥന് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കാം ഞാൻ ചെയ്യുന്നത്, പക്ഷെ പുള്ളി അത് അഭിപ്രായം പറയും. ഡെഫിനറ്റ്ലി എനിക്കത് ഫോർ എക്സാമ്പിൾ ഒരു ഡ്രസ്സ് ഇടുന്നവര് എനിക്കത് തനിക്കത് ചേരുന്നവരെ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ. അവിടെയാണ് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ. ആ ഒരു സംഭവം വേണം. അത് കല്യാണം കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം എൻ്റെ അതേപോലെ തന്നെ ഇഷ്ടവും ആഗ്രഹങ്ങളും ഉള്ള ഒരാളാണ് അപ്പുറത്തുള്ളത്. തിരിച്ചും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ കഴിവൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത്. എന്തിനും ഞാൻ മാത്രം കാണും, മറ്റൊരു കണ്ടി ഞാൻ മാത്രം അനുഭവിക്കണം. ഒരു മനപ്പുറത്തം റൗണ്ടിലേക്ക് പോയാൽ എനിക്ക് അപ്പോഴേ തോന്നി എന്തായാലും തോക്കും. അതിന് ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഒരു ഫേവറേറ്റ് ഫുഡ് അതിൽ തന്നെ എല്ലാം ഉണ്ട് കഴിച്ചു. ഈ കുക്ക് ചെയ്ത് ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടോ? എനിക്ക് ഉപ്മാവ് ഇന്നേ വരെ ശരിയായിട്ടില്ലേ. ഞാൻ പല വീഡിയോസ് നോക്കി പല രീതിയിൽ ചെയ്യാൻ നോക്കിയിട്ട് ഇന്നേ വരെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, ഇഷ്ടപ്പെടുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരുമിച്ച് പോയിട്ടുള്ള ഒരു സ്ഥലം മറ്റേത് മനസ്സിലായില്ല. ഹായ്, ഹലോ, നമസ്കാരം. സൈന സുത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. സോഷ്യൽ മീഡിയയിലെ പാട്ടുപാടി പ്രേക്ഷകരെ പാട്ടിലാക്കിയിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിദ്ധാർത്ഥ് ആൻഡ് ആതിര, സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ കുട്ടിക്കാലത്തും ഇപ്പോഴും ഈ പാട്ടുകൾ തെറ്റിച്ച് പാടാൻ ഭയങ്കര മിടിക്കുക. അതായത് ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ എല്ലാ വേഴ്സും തെറ്റിച്ച് പാടും. അങ്ങനെ ഒരാളെ, അതായത് വളരെ മനോഹരമായി കോൺഫിഡന്റ്ലി അങ്ങനെ ഒരാളെ ഞാൻ കണ്ടത് സിദ്ധാർത്ഥൻ പാടുമ്പോഴാണ്. ഇത് എങ്ങനെ ഈ ഒരു പാട്ടിനെ മാറ്റി സ്വന്തമായിട്ട് വരികൾ മാറ്റി എഴുതാണോ, അതൊരു ഒരു പെട്ടെന്ന് തന്നെ സ്പോട്ടില് വരികൾ മാറ്റി പാടോ? അത് എന്തെങ്കിലും നമുക്കൊരു ഫ്രേസ് അങ്ങനെ കിട്ടും. അല്ല, ഈ ഒരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ട്. വീട്ടിൽ ഇരുന്നിട്ട് പുറമേ കാണിക്കാറില്ല. അപ്പൊ ഭാര്യയുടെ ഇയാളുടെ നിർബന്ധപ്രകാരമാണ് ഇത് പബ്ലിക് ആക്കി തുടങ്ങിയത്. അപ്പൊ എന്തെങ്കിലും ഒരു ഫ്രേസ് കിട്ടും. അപ്പൊ അതിന്റെ മുകളിൽ ബാക്കി ഡെവലപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എന്താണ്, വാടി ഒരു സാധനം കിട്ടി പാടി എന്നുള്ള പാട്ടിന്റെ, പിന്നെ ബാക്കി നമ്മള് ഫ്രിഡ്ജിലിരുന്നീ മുരിങ്ങ കൊലുകെ പുലരി വെയിലത്ത് കടയിൽ പോയി വാങ്ങി വന്നു സാമ്പാർ വയ്ക്കാൻ, എന്നിട്ടും മുരിങ്ങക്കോല് വാടി എന്തുവാടി. അങ്ങനെ. ഓ, ഈ കഴിവ് എപ്പോഴാണ് കണ്ടുപിടിച്ചേ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ കഴിവൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തിനും ഞാൻ മാത്രം കാണും, നാട്ടുകാരും കാണട്ടെ, ഞാൻ മാത്രം അനുഭവിക്കണം. എനിക്ക് തോന്നുന്നു വീഡിയോസ് കോണ്ടന്റ് ക്രിയേഷൻ ആദ്യം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് എനിക്ക് തോന്നുന്നു ആദ്യം ചേച്ചി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇയാളാണ് ഉണ്ടായിരുന്നത് ആദ്യം. കല്യാണത്തിന് ശേഷം? ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഖത്തറിൽ പോയിട്ടാണ് ചെയ്തിട്ടുള്ളതും. അവിടെ റീൽസ് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല. റീൽസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിട്ട് തുടങ്ങി, റീൽസും ചെറുതായിട്ട് ഇതൊക്കെ ഇട്ട് തുടങ്ങി.
പിന്നെ ഒരു ട്രെൻഡ് വരുമല്ലോ. അപ്പൊ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ യൂഷ്വലി ആളുകൾ ട്രെൻഡ് അതേപടി ഫോളോ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് കുറച്ച് ക്ലിക്കായി. ഈ ഒരേ സ്വഭാവമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ഒരുപോലുള്ള ആൾക്കാര് തമ്മിൽ കണ്ടുമുട്ടാന്ന് പറയുന്നത് ഭയങ്കര റെയറാ. ശരിക്കും ഒരുപോലെ ആയിരുന്നോ അതോ പതുക്കെ ഒരാൾ മാറ്റിയെടുത്തതാണോ ശരിക്കും? അല്ല, എനിക്ക് ഏതാണ്ട് ഞങ്ങള് ഒരു ആൾക്കാരാണ്. അതെ, ഒരുപാട് കാര്യങ്ങള് ഒരേപോലെ തന്നെയാണ്, സിമിലർ ആണ്. ഒതുങ്ങി കൂടി വീട്ടിലിങ്ങനെ ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവ് ആണെങ്കിലും സോഷ്യലി ഞങ്ങൾ അത്ര ആക്റ്റീവ് അല്ല. അതാണ് സത്യം. ഞങ്ങൾ ആക്ച്വലി ഖത്തറിലാണെന്ന് ആക്ച്വലി ഖത്തറുള്ളവർക്ക് പോലും അറിഞ്ഞുകൂടാ. അതാണ് ഞങ്ങളുടെ പുറംലോകം കാണാറില്ല, നമ്മളുടെ ഒരു ലോകം എന്നുള്ള രീതിയിൽ. ഇപ്പൊ പ്രൊഫഷണൽ എന്താ രണ്ടുപേരും ചെയ്യണേ? ഞാൻ ബേസിക്കലി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ ഖത്തറിന്റെ ഗവൺമെന്റ് ടെലികോം കമ്പനിയായ ഓറിഡൂല് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ റവന്യൂ അക്കൗണ്ടിങ് എന്ന സെക്ഷന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ അതാണ് എന്റെ പ്രൊഫഷൻ. ഞാനിപ്പോൾ കോണ്ടന്റ് ക്രിയേഷനും പിന്നെ അത്യാവശ്യം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മെയിൻ ആയിട്ട് അതാണ്. നേരത്തെ സ്കൂളിൽ ഒരു വർക്ക് ചെയ്യായിരുന്നു, അവിടുത്തെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എവിടെയാണ് ഈ പാട്ടുകാരനും ഈ ഡാൻസ് കാര്യം കണ്ടുകൊട്ടെ നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എങ്ങനെ? ഞാനൊരു ലവ് സ്റ്റോറി ഒക്കെ പ്രതീക്ഷിച്ചിട്ടോ. ഞങ്ങൾ അറേഞ്ച് മാരേജ് ആയിരുന്നു. കല്യാണത്തിന് ശേഷം പ്രേമിച്ചു. ഓക്കെ, ഇത് ഓൾറെഡി നമ്മളെ കല്യാണം ആരാണ് കണ്ടുപിടിച്ചത്? ഫാമിലി കണ്ടുപിടിച്ചത്? ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 8 വർഷമായി. ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു 8 വർഷം? 8 വർഷം വളരെ വളരെ നല്ലതായിരുന്നു. എന്താണ്, വളരെ ഹാപ്പി മാരീഡ് ലൈഫാണ് ലിറ്ററലി സോ ഫാർ. നന്നായിട്ട് നല്ലൊരു കമ്പാനിയനാണ് എനിക്ക് ആതിര. തിരിച്ച് ഞാൻ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വളരെ നല്ലൊരു ലൈഫ്. എക്സ്പെക്ടേഷൻസ് അങ്ങ് ഹൈ ഇല്ല, ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇപ്പോഴും ഇല്ല, അപ്പോഴും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ്. ഒരുപാട് അങ്ങ് നമ്മള് ഭയങ്കര ഡ്രീമി അങ്ങനെയൊന്നും അല്ലല്ലോ, വളരെ പ്രാക്ടിക്കലാണ്. ഓക്കെ, ഈ പലപ്പോഴും ഒരുപാട് ഇപ്പൊ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് ഇഷ്ടമുള്ള ആൾക്കാര് പല ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇഷ്ടങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റിവെക്കും. ലൈഫ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണും. ഇപ്പം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കും, ഈ കഴിവുകൾ മാറ്റിവെക്കും. ഇപ്പൊ തിരക്കുള്ളപ്പോഴും നിങ്ങൾ അതിനെങ്ങനെയാ സമയം കാണണേ? ഒരു കാലത്ത് പാട്ട് മെയിൻ ആയിട്ട് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ പ്രാക്ടിക്കലി ആലോചിച്ചപ്പോൾ കാശ് വേണമല്ലോ, എന്തായാലും കാശിന് കാശ് തന്നെ വേണ്ടേ. അപ്പോൾ ഓക്കെ, ആദ്യം നമ്മൾ ആ എഡ്യൂക്കേഷനും എല്ലാം സെറ്റാക്കി ഫൈനാൻസസ് ഓക്കെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ അതിൻ്റെ കൂടെ. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാനുള്ള സമയം കണ്ടെത്തേണ്ടത്. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി സമയം കണ്ടെത്തും. എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കോണ്ടന്റ് ക്രിയേഷനും ഇങ്ങനെ ബ്ലോഗിങ്ങും ഒക്കെയാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താനത് ചെയ്തോളൂ, അതിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളത് താൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പം ഡാൻസ് ഇതിലൊരു ജോലി കിട്ടാൻ അങ്ങനെ നോക്കൂ. ഞാൻ അവിടെ സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ചിട്ടുള്ള ജോലിയാണ് അപ്പോഴും ഇപ്പോഴും ചെയ്യുന്നത്. അതൊരു വലിയ ഭാഗ്യല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അതിന് സപ്പോർട്ട് ചെയ്ത ആള് നിൽക്കാന്ന് പറയുന്നത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം കൂടിയല്ല. ഓക്കെ, കപ്പിൾസ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ഒരുമിച്ചുള്ള വീഡിയോ സമയത്ത് എങ്ങനെ ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്ന ആരാ ശരിക്കും? ഞാനായിരിക്കും. എനിക്ക് കുറച്ചൊരു പെർഫെക്ഷൻ വേണ്ട ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് തലൂടാറുണ്ട്. ആ പേരും പറഞ്ഞിട്ട് ഞാൻ പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ ഇയാളാണ് എടുത്തിരുന്നത്. അപ്പൊ ആൾക്കാർ പറയും എന്ത് രസമായിട്ടാണ്, എന്താണ് വളരെ എഫേർട്ട്ലെസ്ലി പാടുന്നു. അവര് കേൾക്കുന്ന ചിലപ്പോ 8ാമത്തെ 9ാമത്തെ ടേക്ക് ആയിരിക്കും. അസൽ എടുക്കുന്ന മുഴുവൻ പാവ ഇയാളാണ്. അപ്പൊ ക്ഷമ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല കഥകളാണ്. സോ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ വീട്ടിൽ നടന്നിട്ടുണ്ടല്ലോ ഫീല് വരും. ശരിക്കും ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാം, അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഡിസിഷനിൽ ചെയ്യുന്ന ഷൂട്ടാണോ പകുതി ഉണ്ടാവുക? എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ എന്തെങ്കിലും സംഭവിക്കും വീട്ടില്, ഇത് കൊള്ളാലോ, ഇത് റീലാക്കാലോ എന്ന് തോന്നിയിട്ട് ചെയ്യണമായിരിക്കും. അതെന്തായാലും ഇവിടെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ അതൊന്നും കോമഡി രീതിയിൽ ചെയ്യും. ഇപ്പൊ മലയാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് പറയല്ലോ. ഇപ്പൊ നിങ്ങൾ അവിടെ പുറത്താണ്, അപ്പൊ ആളുകൾ അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാറുണ്ടോ നിങ്ങൾ? സത്യത്തിൽ പുറത്തിറങ്ങാത്തോണ്ട് ചിലപ്പോൾ കാണാൻ കിട്ടുന്നുണ്ടാവില്ല. പുറത്തിറങ്ങുന്ന സമയത്ത് ഈ തമാശകൾ സംസാരിക്കുന്ന ആൾക്കാരെ സ്പോട്ടിൽ തമാശ പറയുന്നത് ചിന്തിക്കുമല്ലോ. നിങ്ങൾ ഒരുപാട് കോമഡി കോണ്ടന്റ് ചെയ്തുകൊണ്ട് ഓൾറെഡി ഇവർ ഭയങ്കര ഫണ്ണി പേഴ്സൺസ് ആണെന്ന് ചിന്തിക്കും. അല്ല,
ഞാൻ എന്തായാലും അല്ല. ഞാനല്ല, ഞാൻ കുറച്ച് റിസർവ്ഡ് ആണ്. ഓക്കെ, വളരെ ക്ലോസ് സർക്കിളിൽ മേ ബി ആതിരയുടെ അടുത്ത് ഒക്കെ നമ്മൾ വളരെ ഫ്രീ ആയിരിക്കും. ബട്ട് അല്ലാണ്ട് ഇപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ഇംപ്രഷൻ, എൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാർ എന്നെ നേരിട്ട് കാണുമ്പോൾ അയ്യോ നിങ്ങൾ വീഡിയോയിലുള്ള പോലെയല്ല, വളരെ സീരിയസ് ആണുള്ള ആളെന്നാണ്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ബോറിംഗ് ആണോ? ബോറിംഗ് ആവുന്നില്ല, ഞാൻ ഇപ്പൊ 8 വർഷമായല്ലോ. ഇൻ ജനറൽ കുറച്ച് റിസർവ്ഡ് ആണ്, സൈലന്റ് ആണ്, അങ്ങനെ ഭയങ്കരമായി സംസാരിക്കുന്ന അങ്ങനെ ഒരാളല്ല. ഈ ആളുകൾ അത്ഭുതപ്പെട്ടിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ കണ്ട ആൾ ഇങ്ങനെയല്ലല്ലോ. ഞാൻ അതിലങ്ങനെ നേരിട്ട് ഇപ്പൊ റീലല്ല റീൽ എന്നൊക്കെ പറയണ പോലെ തന്നെ എപ്പോഴും നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണ് ആളുകൾ ചിലപ്പോ ക്യാരക്ടർ ഇന്നതായിരിക്കും എന്ന് ചിന്തിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ ഫ്രീ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങനെയാവും. സംസാരിച്ച് ലൈക്ക് പെട്ടെന്ന് ചിലർ അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് അവര് ഹായ്, ഇപ്പൊ ഞാനും അങ്ങനെയാണ്. എനിക്കും പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് പറ്റില്ല. ഞാൻ കുറച്ചൊരു സമയം എടുത്ത് മേ ബി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനും ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കും. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കാര്യത്തില്. ഇതൊരു ഡാൻസറി പാട്ടുകാരനായതുകൊണ്ട് നിങ്ങളുടെ വീട്ടില് എപ്പോഴും ഡാൻസ് പാട്ട് സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു എങ്ങനെയാണോ ശരിക്കും? വീട്ടിൽ പാട്ടുണ്ട്, ഡാൻസ് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കണം. മടിയാണ്, കുറച്ച് മടി ഉണ്ട്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിൽ ചെയ്യലുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആ പഠിപ്പിച്ചിരുന്ന സമയത്തൊക്കെ റീലിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസിനൊക്കെ വേണ്ടി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനൊക്കെ വേണ്ടിയിട്ട് ഇടും. ഇപ്പൊ ഞാൻ തീരെ ചെയ്യലില്ല. അതുകൊണ്ട് ഡാൻസ് ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ഇപ്പൊ നമ്മള് ഹരിചന്ദ്രത്തിന്റെ ഒരു പോർഷൻ ചെയ്തതാണ് ഞാൻ ലാസ്റ്റ് ഡാൻസ് ചെയ്തത്. ഓക്കെ, ഏകദേശം എത്ര സമയം എടുക്കും? അതായത് ഇപ്പം വീഡിയോസ് ഓൾറെഡി നമ്മൾ സ്പോട്ടിൽ വരുന്ന വീഡിയോസ് അല്ലാണ്ട് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും വർക്ക് ചെയ്തെടുത്ത് വീഡിയോസ് ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത ഒരു വീഡിയോ ഉണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കര സക്സസ് ആയിട്ട് വ്യൂ നന്നായിട്ട് പോയ ഒരു വീഡിയോ ഉണ്ടോ? പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? വീഡിയോസ് കോണ്ടന്റ് സമയം എടുത്തത് ഒന്നും നന്നായിട്ടില്ല. സ്പോട്ട് ചെയ്യുന്ന നമ്മൾ ഭയങ്കര ഓക്കെ ഇതിങ്ങനെ പ്ലാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. നമുക്ക് അപ്പൊ തോന്നി അതിപ്പോ തന്നെ എടുക്കാന്ന് പറഞ്ഞ് എടുത്ത് ചെയ്ത് അപ്ലോഡ് ചെയ്ത കാര്യങ്ങളെ നമുക്ക് പാട്ട്. പക്ഷെ ചിലത് പാട്ട് പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ഫ്രേസ് കിട്ടും, ബാക്കി ചിലത് അധിക സമയം എടുക്കാറില്ല. വീഡിയോസ് ഞാൻ ഓരോന്ന് കാണുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു അസുഖം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് ചെറിയൊരു കുരു വന്നാൽ പോലും നമുക്ക് ക്യാമറേന്റെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മടി ഉണ്ടാവും, നമുക്കൊരു ബാക്കോട്ട് നിൽക്കും. പക്ഷെ ലൈഫിൽ ഒരു അസുഖം വരുന്ന സമയത്ത് അതുവരെ ഒരു സോങ് ആയിട്ട് അത് അത്രയും പോസിറ്റീവായിട്ടും ഭയങ്കര കോൺഫിഡന്റിൽ അത് ചെയ്തു. വേണമെങ്കിൽ അത് തളർന്നിരിക്കാം, പക്ഷെ അതിനുള്ളൊരു റീസൺ എന്താ ശരിക്കും? അത് നമ്മൾ തളർന്നു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു അലോപേഷ്യ ഏരിയ ആയിട്ടാന്ന് പറഞ്ഞാൽ മുടി കൊഴിയണ ഒരു, ആക്ച്വലി ഇപ്പൊ പുരികം എനിക്കില്ല, പകുതിയില്ല. അതിനൊരു ഇന്ദ്രലുപ്ത ലേപം എന്നൊരു ആയുർവേദ, അതിന്റെ കറുത്ത കളറാണ്. അപ്പൊ അത് തേച്ച് വെച്ചിരിക്കുകയാണ് ആക്ച്വലി ഇപ്പൊ. അതേമാതിരി ഇവിടെയൊക്കെ കുറച്ച് മുടി കുറെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. എനിക്ക് പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ചായി. തുടക്കത്തിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. നമുക്ക് കല്യാണത്തിന് മുന്നേ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രോബ്ലം, വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് അത് യൂസ്ഡായി. ഇൻ ദ സെൻസ് ഓക്കെ, ഇത് കാരണം നമ്മൾ എഫക്റ്റഡ് അല്ല, ഇതുകൊണ്ട് വേറെ ഹെൽത്ത് പ്രോബ്ലമോ അങ്ങനെയൊന്നുമില്ല, ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾ മറക്കും, കാണുന്നവരെ ചോദിക്കാം അയ്യോ എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും, അപ്പോഴേ നമ്മൾ ഓർക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് ഇറ്റ്സ് ഓക്കെ. ഇത് കാരണം നമ്മൾ തളർന്നു നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ ചെറിയ കാര്യങ്ങളല്ലേ. ബാക്കി ഓരോരുത്തർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇത് നിസ്സാരം ചെറിയ ചെറിയ കാര്യങ്ങൾ. മാക്സിമം പോയാൽ എന്താ, കംപ്ലീറ്റ് പോയാൽ എല്ലാം മുട്ടയാവും, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ലൈഫിൽ ഇപ്പം പലർക്കും അത് മോട്ടിവേഷൻ ആണ് ഇത് പറയുമ്പോൾ. കാരണം ചെറിയ കാര്യങ്ങൾ തന്നെ ഡൗൺ ആവുന്ന ഒത്തിരി ആളുകളുണ്ട്. ശരിക്കും ഇപ്പോഴും എല്ലാ കാര്യത്തിലും ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ സിദ്ധാർത്ഥ? ഏറെക്കുറെ ആള് അങ്ങനെ ഭയങ്കരമായിട്ടൊരു പാനിക്കാവുന്ന അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ടെൻഷൻ അടിക്കുന്ന ഒരു ഇതുള്ളൂ. പ്രോഗ്രാംസ് അത് ഈ പറഞ്ഞ പോലെ ആൾ കുറച്ചൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പം അങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പോൾ അതിനൊക്കെ ഉള്ളൂ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടന്നു. ഞാൻ ഭയങ്കരമായി ടെൻഷൻ അടിക്കുന്ന പല കാര്യങ്ങളും പുള്ളിയോട് സംസാരിക്കുമ്പോൾ എനിക്കത് അതുണ്ടായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ആളാണ്. ഒരു ബാലൻസ്, ഒരുപാട് ഒന്നും സന്തോഷിക്കാറില്ല, അതെ ഒരുപാട് വിഷമിക്കാറില്ല, നടുക്കിലൂടെ അങ്ങനെ പോകുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സുഖവും വേറെ തന്നെയാണ്. ചിലപ്പോൾ നമുക്കിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പലരുടെയും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു ലൈഫ് വേറൊരു വീട്ടിലേക്ക് പോകുന്നു, ചിലപ്പോൾ പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കുന്നു. പക്ഷെ എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ആക്ച്വലി കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും
ചെയ്യാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്. സോ ഞാൻ ആക്ച്വലി ഭയങ്കര ലക്കിയാണ് അങ്ങനെ ഒരു ആളെ ഞാൻ കിട്ടിയതിൽ. ഈ നമുക്കിഷ്ടമുള്ള നമ്മൾ ചെയ്യണം. കല്യാണം ആ ഒരു ആറ്റിറ്റ്യൂഡും കൂടി കല്യാണത്തിന് മുന്നേ എനിക്ക് അറേഞ്ച് മാരേജ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് നിശ്ചയം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അറേഞ്ച് മാരേജ് എന്നുള്ളത് എനിക്കൊരു ഞാൻ എങ്ങനെ ഒരാളെ മനസ്സിലാക്കുക, ഒരു ദിവസം വന്ന് കണ്ടിട്ട്. അപ്പം ഞാൻ ഓൾറെഡി അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മയുടെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യണം. അപ്പം അമ്മയും അവരും ഓക്കെ ആയിരുന്നു. ഞങ്ങളും എനിക്ക് പലപ്പോഴും തോന്നുന്നു ഞങ്ങൾ കല്യാണത്തിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്സ് ആണ് കൂടുതലും കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ അത്യാവശ്യം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പം കാരണം നമ്മൾ കല്യാണം കഴിയുമ്പോൾ നമ്മുടെ എപ്പോഴും പോസിറ്റീവ് ഒരു കാര്യം മാത്രമല്ലല്ലോ, നമ്മുടെ എല്ലാ ഫേസസും കാണുന്ന ഒരു ആളായിരിക്കും നമ്മുടെ പാർട്ട്ണർ. അപ്പോൾ പുള്ളിയാണെങ്കിലും അതെ അങ്ങനെ ഭയങ്കരമായ ഒരു ഒന്നാമത് ഞങ്ങൾ രണ്ട് സ്ഥലത്തായിരുന്നു. ഞാനിവിടെ സിദ്ധാർത്ഥ് ഇവിടെ ഖത്തറിലും ആയിരുന്നു. നിശ്ചയവും ഞാൻ മാത്രം ഉണ്ടായിരുന്നു, പുള്ളി അവിടെയായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എപ്പോഴാ? പെണ്ണ് കാണാൻ വീഡിയോയില് കണ്ടു, വന്നിട്ട് കണ്ട് സംസാരിച്ചു, എന്നിട്ടൊക്കെയാണ് ഞാൻ എപ്പോഴും എനിക്ക് സംസാരിച്ചപ്പോഴും അങ്ങനെ ഭയങ്കരമായി ഞാൻ എന്തോ ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നമ്മളൊന്നും ഇംപ്രസ് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാനങ്ങനെ ഇംപ്രസ് ചെയ്യാനായിട്ടൊന്നും ശ്രമിച്ചു, വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കല്യാണത്തിന്റെ നിശ്ചയത്തിന്റെ ഇട ഗ്യാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വിലയിരുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തി. ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പലരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അതിന് മുന്നേ ഭയങ്കരമായ ഭയങ്കര കുറേ നേരം വിളിച്ച് സംസാരിക്കുന്നു. എനിക്കതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഞാൻ 9 സമയം ഉണ്ടെങ്കിൽ എവിടെയാണ് പുള്ളിയത്? സത്യം, ഞാൻ വരാൻ ലേറ്റ് ആയാലും തിരക്കുണ്ടാവും. അല്ല എനിക്കത് ഓഫീസിലാണെങ്കിൽ എന്നെ വിളിക്കാറൊന്നുമില്ല. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ എവിടെ എത്തി എവിടെ എന്തായി ഞാൻ അങ്ങനെ വിളിച്ച് ചെയ്യാറില്ല. കാരണം എനിക്കറിയാലോ ഓഫീസിലാണ് തിരക്കാണെന്ന് എനിക്കറിയാം, തിരക്ക് സമയം ഇതാ വിളിക്കും എന്നുള്ളത് എനിക്കറിയാം. ഞാനങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അല്ല അതാ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർക്ക് അത് വേണം. എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏകദേശം ഒരേപോലെയായിട്ട് തോന്നി. അതൊക്കെ തന്നെയാണ് വിലയിരുത്തിയത് കാര്യങ്ങൾ. ഇപ്പൊ ഒരു ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കപ്പിളാണ്. കാരണം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഒരു 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്, അതുപോലെ തന്നെ വൈഫും ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് പോകുമ്പോൾ ശരിക്കും രണ്ടുപേരും, ആൺകുട്ടിയും പെൺകുട്ടിയും ശരിക്കും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ലൈഫ് പാർട്ട്ണർ ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം? അയ്യോ, ഒരു കപ്പിൾ അല്ല, എനിക്ക് ഇത്രേ തോന്നിയിട്ടുള്ളൂ. നമ്മൾ കല്യാണം കഴിഞ്ഞാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ രണ്ട് വ്യക്തികളാണ്. അതെ, രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടുപേരും അത് മനസ്സിലാക്കും. അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടമുണ്ട്. രണ്ടുപേർക്കും അത് മനസ്സിലാക്കാനും. ഇപ്പൊ ചിലപ്പോൾ സിദ്ധാർത്ഥത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരിക്കാം ഞാൻ ചെയ്യുന്നത്, പക്ഷെ പുള്ളി അത് അഭിപ്രായം പറയും. ഡെഫിനറ്റ്ലി എനിക്കത് ഫോർ എക്സാമ്പിൾ ഒരു ഡ്രസ്സ് ഇടുന്ന കാര്യം എനിക്കത് തനിക്കത് ചേരുന്നതായിട്ട് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ. അവിടെയാണ് തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ. ആ ഒരു സംഭവം വേണം. അത് കല്യാണം കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം എൻ്റെ അതേപോലെ തന്നെ ഇഷ്ടവും ആഗ്രഹങ്ങളും ഉള്ള ഒരാളാണ് അപ്പുറത്തും ഉള്ളത്, തിരിച്ചും. അപ്പോൾ നമുക്കതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ പോയാൽ കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മോന് ശരിക്കും പാട്ടിനോട് ഒരു കമ്പുണ്ടോ? ഇല്ല, അവന് പാട്ടിനോട് യാതൊരു താല്പര്യമില്ല. അവന് ഡാൻസ് ഇഷ്ടമാണ്. അവന് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഡാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, പല കണ്ടുകൊണ്ട് നിൽക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഡാൻസിനോടാണെന്ന് തോന്നുന്നു. ചില എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് അവന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയാറുണ്ട്. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പം അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. കുളം, അമ്പലത്തിന്റെ പരിസരം ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം. ശരിക്കും ഖത്തറിൽ ഇപ്പൊ നാട് മിസ് ചെയ്യുന്നുണ്ടോ വല്ലാണ്ട്? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, കൊല്ലത്തിൽ 2-3 പ്രാവശ്യം വരും. ഞങ്ങൾ വരും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, വലിയ മിസ്സിംഗ് ഇല്ല. ഇല്ല. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നാടല്ലേ. അയ്യോ എന്ത് രസമാണ്, ചെടികളും കിളികളുടെ കരച്ചിലും അമ്പലവും കുളവും, അത് ഭയങ്കര രസമാണ്. കുളം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഞെട്ടിയിരുന്നു. അതെ. ഈ പ്രദേശത്ത് ഇത്രയും വലിയൊരു കുളമില്ല, ഭയങ്കര വിലാത്തുകളും വലിയ ഹ്യൂജാണ്. അപ്പൊ ഭയങ്കര ബിസിയാണ്, മഴക്കാലമായതുകൊണ്ട് ഒരുപാട് പേര് കുട്ടികളൊക്കെ വരും. ഇപ്പൊ 8 വർഷം ഒരു സക്സസ് ജേണിയാണ്. സോ എന്തായാലും പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എനിക്കറിയാം. ഒരു തലയാട്ടുന്നു,
ഒരു മനപ്പുറത്തം റൗണ്ടിലേക്ക് പോയാൽ എനിക്ക് അപ്പോഴേ തോന്നി ഞങ്ങൾ എന്തായാലും തോക്കും. അത് ശരി, തുടക്കത്തില് മനപ്പുറത്തം എന്ന് പറയുന്ന ഇഷ്ടമുള്ള കളറ് അതൊക്കെയാണോ മനപ്പുറത്തം? ചിലപ്പോ ആയിരിക്കും. ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ തുടങ്ങാലോ. മനപ്പുറത്തം റൗണ്ടാണ്. ഇപ്പൊ ഫോണില് നോട്ട് എടുത്തോളൂ രണ്ടുപേരും, കള്ളക്കളി കളിക്കരുത്. രണ്ടുപേരുടെയും SLC മാർക്ക് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ചോദിച്ചിട്ടില്ല. ഞാനും ചോദിച്ചിട്ടില്ല. എനിക്ക് ആവശ്യം എന്തറിയാ എന്റെ ആവശ്യം. ചോദിച്ചിട്ടേ ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പുള്ളിയുടെ നോട്ട് ചെയ്യണം അല്ലേ? നോട്ട് ചെയ്യണം. രണ്ടുപേരായിരുന്നു അല്ലേ? സിമ്പിൾ ഒക്കെ. ഓക്കെ, അത് ചേച്ചിന്റെ പെർസെന്റേജ് എത്രയായിരുന്നു? എനിക്ക് 80 ആയിരുന്നു. എവിടെ എത്രയായിരുന്നു? 85. ഓക്കെ, കുറച്ച് കൂട്ടി. കുഴപ്പമില്ല. ഓക്കെ, സിദ്ധാർത്ഥ 94 ആയിരുന്നു തോന്നുന്നു. 96. 96. ഓക്കെ, തെറ്റു. ആദ്യ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് ഈസി ആണല്ലേ? ഓക്കെ, എന്തായിരുന്നു? ആതിര രവി. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണല്ലേ? ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് വെയർ ചെയ്ത ഔട്ട്ഫിറ്റിന്റെ കളർ, അതായത് പെണ്ണ് കാണുന്ന സമയത്തല്ലേ മീറ്റ് ചെയ്യണേ, അതായത് 8 വർഷം മുമ്പ്. നമ്മള് കൊച്ചിയിൽ വെച്ച് കണ്ടത്. അതെ, അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കെല്ലാം ഓർമ്മയില്ല. അത് ഓർമ്മ ഉണ്ടാവാൻ അത് വേറെ തമാശ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ പെട്ടി വന്നില്ല. ഞാൻ ഒരു ദിവസത്തേക്കാണ് കോഴിക്കോട് മീൻസ് കൊച്ചിയിലേക്ക് വന്നത് ആളെ കാണാൻ പോയത്. എന്റെ പെട്ടി വന്നില്ല. അപ്പൊ എനിക്ക് ഡ്രസ്സില്ല. ഞാൻ ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് നേരെ പോയി കാണാൻ പോയത്. എനിക്ക് ഓർമ്മയില്ല. സിദ്ധാർത്ഥ് ഇട്ട ഡ്രസ്സാണോ ഞാൻ പറയേണ്ടത്? ഞാൻ താഴെ ഡ്രസ് അല്ലല്ലോ, എന്റെ ഡ്രസ്സല്ലേ? ചേച്ചിയുടെ ഡ്രസ്. എന്റെ ഡ്രസ്സാ ഞാൻ പറയാം. അതൊരു ഒരു വയലറ്റ് പറട്ടെ ഒരു വയലറ്റ് കളർ സൽവാർ വൈറ്റ് ഷർട്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? സത്യം പറഞ്ഞോ വൈറ്റ് ഷർട്ടാണ്. ഏതാണ്ട് ഇതുപോലെ കുക്ക് ചെയ്യുന്നതില് അതിൽ ചേച്ചി ഉണ്ടാക്കുന്നതില് ഒരു ഫേവറേറ്റ് ഫുഡ് അതിൽ തന്നെ എല്ലാം ഉണ്ട് കഴിച്ചു. ഞങ്ങള് കുക്കിന് വെച്ചു. അതിലുണ്ടാക്കുന്ന പ്രോൺസ് റോസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്. എന്താ ടൈപ്പ് ചെയ്ത്? ഞാൻ അവിയലാണ്. പ്രോൺസ് ഇട്ട് അവിയലാണ് ഉദ്ദേശിച്ചത്. ഈ കുക്ക് ചെയ്ത് ഫ്ലോപ്പ് ആയി പോയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ടോ? എനിക്ക് ഉപ്മാവ് ഇന്നേ വരെ ശരിയായിട്ടില്ല. ഞാൻ പല വീഡിയോസ് നോക്കി പല രീതിയിൽ ചെയ്യാൻ നോക്കിട്ട് ഇന്നേ വരെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെടുന്നില്ല. ആള് കുക്ക് ചെയ്ത് തരാറുണ്ടോ? സമയം കിട്ടാറില്ല. പക്ഷെ സ്റ്റിൽ വീക്കെൻഡ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. ചായ എനിക്ക് ഞാൻ ഭയങ്കര ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. എനിക്ക് നന്നായിട്ട് ചായ എനിക്ക് ഏറ്റവും എന്റെ അച്ഛൻ പണ്ട് എനിക്ക് ഉണ്ടാക്കി തരാറുള്ളൂ ചായ. അച്ഛന്റെ ചായ അച്ഛന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ചായ സിദ്ധാർത്ഥ ഉണ്ടാക്കുന്നത്. ഓക്കെ, ശരി. ഫേവറേറ്റ് മൂവി സിദ്ധാർത്ഥന്റെ? ഞാൻ അധികം സിനിമ കാണുന്ന ഒരാളല്ല. അല്ല, കുറവാ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും സിനിമ തുടങ്ങിയത്. കാണുമ്പോ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ സിനിമ കാണണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാം. ഓക്കെ, പറയട്ടെ. സിദ്ധാർത്ഥിന് ഇഷ്ടമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ടൈറ്റാനിക് ആണ്. എനിക്ക് പറയാറുണ്ട്. എനിക്ക് ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് മോഹൻലാലിന്റെ എല്ലാ സിനിമയും ഇഷ്ടമാണ്. മമ്മൂട്ടിയുടെ എല്ലാ സിനിമയും കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആദ്യം ഒരുമിച്ച് പോയിട്ടുള്ള ഒരു സ്ഥലം, ട്രിപ്പ്? മറ്റേത് ഏതായിരുന്നു? ഇറ്റലി. ഓക്കെ, ഓക്കെ, ശരി. ഫേവറേറ്റ് നിറം? എന്തായാലും നേരത്തെ ചോദിച്ചാണല്ലോ ഫേവറേറ്റ് നിറം. ഈസി, സിമ്പിൾ. ഓക്കെ, എനിക്ക് ഡാർക്ക് ബ്ലൂ ആണ് ഇഷ്ടം. സിദ്ധാർത്ഥിന് വൈറ്റ്. അത് പെണ്ണാണുമ്പോ വൈറ്റ്, ഇപ്പോഴും വൈറ്റ്. കേക്ക് വാങ്ങുമ്പോഴും വൈറ്റ്, എപ്പോഴും വൈറ്റ്. ചോക്ലേറ്റ് വാങ്ങുമ്പോഴും വൈറ്റ്. വൈറ്റ് ഭയങ്കര. ആൺകുട്ടികൾക്ക് ബ്ലാക്ക്, നേവി ബ്ലൂ അതല്ലേ എപ്പോഴും ഈ ട്രോൾസ് ഒക്കെ കാണാം. എനിക്ക് വൈറ്റ് ഇഷ്ടം. എനിക്കാണ് ബ്ലൂ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ അല്ലേ? ഓക്കെ, അപ്പോ ഒരു സിംഗറാണ്. അപ്പം സിദ്ധാർത്ഥേട്ടനായിരിക്കും ഫേവറേറ്റ് സിംഗർ. എങ്കിലും ആദ്യ ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് സിംഗർ? ആൾക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് സിംഗർ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പാട്ടുകൾ കേൾക്കും, ഇഷ്ടംപോലെ കേൾക്കും. പക്ഷെ അങ്ങനെ ഇന്നൊരാളുടെ പാട്ട് മാത്രം അങ്ങനെ ഫേവറേറ്റ് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, കറക്റ്റ്. അത് തന്നെയാണ്. സിദ്ധാർത്ഥേട്ടന്റെ? ദാസേട്ടന്റെ ഇഷ്ടമാണ്. ചിത്ര ചേച്ചിയുടെ ഇഷ്ടമാണ്. ഹരിഹരൻ. അതാണ് എഴുതിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇഷ്ടമാണ്. ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പാടണം
അല്ലെങ്കിൽ പാടി കേൾക്കണം എന്ന് എപ്പോഴും കൊണ്ട് പാടിപ്പിക്കുന്ന സിദ്ധാർത്ഥേട്ടൻ പാടുന്നതിൽ ഒരു പാട്ട്? അതാണ് നമ്മൾ കുറച്ചു മുമ്പ് പാടിയത്, ദേവാങ്കണം. ദേവാങ്കണങ്ങൾ. പാടി പാടി. ഓക്കെ. ഇപ്പം ഇന്റർവ്യൂ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് പോകുന്നതിന് മുൻപ് പ്രേക്ഷകർക്കായിട്ടൊരു പാട്ട്, അതും ഒരു പാരഡി സോങ്. തുടക്കകാലത്ത് പാടിയൊരു പാട്ട്, ചെന്നാമേരയുടെ പാരഡി. ഓക്കെ. അച്ഛൻ ചൽത്താഹോ ദുബായ് പോയി കാം കർണ, നാട്ടിൽ നിന്നിട്ടെൻ്റെ പെടാപ്പാട് തീരണില്ല, എൻ്റെ ബന്ധുക്കൾക്കോ എന്നെ പറ്റി ചിന്തയില്ല, എൻ്റെ വീട്ടിൽ പോലും നിന്റെ അമ്മ കേട്ടണില്ല, വീട്ടാർക്കോ വേണ്ട എൻ്റെ പൊന്നു മോനെ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ പോലും ചോദിച്ചു വന്നു, ജന്ന നന്നാവ നന്നാവ, ജന്ന നന്നാവ നന്നാവ, ജന്ന നന്നാവ നന്നാവ മോൻ്റച്ച ശങ്കര, ജന്ന നന്നാവ നന്നാവ, ജന്ന നന്നാവ നന്നാവ, ജന്ന നന്നാവ നന്നാവ മോൻ്റച്ച ശങ്കര. ഇതിപ്പോ ഏതാ ഒറിജിനൽ മനസ്സിലാവില്ല. ഇത് പാടി പാടി ഒറിജിനൽ പാടാൻ പറ്റുമോ? അത് പാടാൻ പറ്റും, ഓർമ്മയില്ല. ചോദിച്ചേ. നമ്മളിപ്പോഴും നമ്മുടെ പാരഡി പാടി 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 ഒറിജിനൽ സോങ് മറന്നു പോകാറുണ്ട്. ശരിയാണ്, മാറിപ്പോവും ലിറിക്സ് പാടി ഇത് പാടിയിട്ട്. ശരി, എപ്പോഴെങ്കിലും പാടിപ്പോ ഇങ്ങനെ മാറിപ്പോയ സിറ്റുവേഷൻസ് ഉണ്ടോ? ഇല്ല, സ്റ്റേജിൽ നിന്ന് അങ്ങനെ മാറിപ്പോ അടിയിട്ടില്ല, ഇതുവരെ ഇല്ല. ഇല്ല. അപ്പൊ ഒരുപാട് സന്തോഷം. ഭയങ്കര ഹാപ്പി ബ്യൂട്ടിഫുൾ കപ്പിളാണ്. എപ്പോഴും ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും നിങ്ങളുടെ ഒരു വെറൈറ്റി കോമഡി കോണ്ടന്റ് അല്ലെങ്കിൽ പാരഡി സോങ്സ് ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.